സ്വർഗത്തിൽ കിടന്ന് അലമുറ കൊള്ളും. നരകക്കാർ നരകത്തിന് രക്ഷപ്പെടാൻ അലമുറ കൊള്ളും. സ്വർഗക്കാർ അതിന് പുറത്തായിട്ട് അള്ളാഹിനെ കാണാൻ ഒന്നും കൂടി ഭംഗിയിൽ കാണാൻ പറ്റുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്കുക. എപ്പോൾ അള്ളാഹുവിന് ഒരു സെക്കൻഡ് അവരെ തൊട്ട് മറിഞ്ഞു പോയാൽ അവർക്കൊന്നുമുണ്ട്. ആരെ മതി? അള്ളാഹിനെ മതി. ദിനമുമിൻ وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء. وقالوا الحمد لله. അവരെന്ത് പറയും? അൽഹംദുലില്ലാ സദഖനാ വഅദഹു. അവനാണ്, അവൻ പറഞ്ഞ പാലിക്കും. അപ്പോൾ ബൽപത്രം പറയും. ആര്? സ്വർഗത്തിൻ്റെ അല്ല, അവനാണ്. സദഖനാ വഅദഹു. അവൻ ഞങ്ങളോട് ചെയ്ത കരാറിനെ സത്യമായി പാലിച്ചു. എനിക്കറിയാം എൻ്റെ റബ്ബ് അത്രയും വരുമാനാണ്. അപ്പോഴും പറയണത് സ്വർഗത്തിൽ കയറി തിന്നാൻ നോക്കല്ല. ആരെ പറയാ? പറയും അല്ലാ. അതിൻ്റെ അവസാനത്തെ വാക്ക് എന്താണെന്നറിയോ? സൂറത്തിൽ ഒരൊറ്റ ശബ്ദം സ്വർഗത്തിലുണ്ടാവുള്ളൂ, അൽഹംദുലില്ലാ. എന്താണ് നമ്മളും നബി എന്ന ബന്ധം? എന്താണ്? അള്ളാഹു ഒരു മഹാനായ സൃഷ്ടി പഠിച്ചോണ്ട് നമുക്ക് എന്താ ലാഭം, എന്താ നഷ്ടം? അതാൾക്കല്ലേ ലാഭം നഷ്ടമുള്ളൂ. ആ ആൾ നമ്മുടെ റസൂലാവുക, അള്ളാഹുവിൻ്റെ റസൂലായി നമ്മളടുത്ത് വരിക, അവിടെ നമ്മൾ വിഷയം. പിന്നെ നിങ്ങൾ ജനിക്കാൻ ഈ ആൾ കാരണബോധനാണെന്ന് അള്ളാഹു അറിയിക്കുക. അപ്പോഴും വിവരം അടിസ്ഥാനമൊക്കെ എവിടെ കിടക്കുന്നത്? അള്ളാഹിൻ്റെ അടുത്ത്. നിങ്ങൾക്കെല്ലാം കാരണബോധനായി ഞാൻ പഠിച്ചതാണ്. ആര് പറഞ്ഞു? അള്ളാഹു പറഞ്ഞു. അപ്പോഴും അതേ വിഷയം. ولكن رسول الله وخاتم النبيين. അള്ളാഹിന്റെ ദൂതനാണ്. അപ്പൊ പ്രശ്നമാണ്. അള്ളാഹു ആരാ? അള്ളാഹു നമ്മളെല്ലാം. അള്ളാഹു നമ്മുടെ എല്ലാമാണ്. അള്ളാഹു നമ്മുടെ എല്ലാം. നബി അള്ളാഹു റസൂലാണ്. ഒന്ന് ഉറക്കെ പറയാൻ. പിന്നെ അള്ളാഹു പറഞ്ഞു നിങ്ങളെല്ലാം പഠിക്കാൻ കാരണബോധനാണ്. ഞാനാ പഠിച്ച്, പക്ഷെ അതിന് ഞാൻ നിമിത്തമാക്കിയത് എൻ്റെ സൃഷ്ടിയായതിനാണ്. ഓ, അപ്പം നമുക്ക് ഭയങ്കര ഉണ്ടായി. ആരോട്? എന്തുകൊണ്ട്? അള്ളാഹുവിന് തോന്നാണ്. അള്ളാഹു നമുക്ക് വേണ്ടി നിമിത്തമാക്കിയ ആളാണ്. അപ്പോഴും വിഷയം ആരാണ്? അള്ളാഹു ആണ്. അതാണ്. ഞാനൊരു കത്തും കൊണ്ട് എൻ്റെ പേരേക്ക് എൻ്റെ കുട്ടീനെ പറഞ്ഞയച്ചു. എൻ്റെ കത്തും കൊണ്ട് എൻ്റെ കുട്ടീനെ പറഞ്ഞയച്ചു. ആ കുട്ടി അവിടെ എത്തി 4 മണിക്ക്. ഞാൻ കത്തുനിന്ന് പോരാൻ വേണ്ടി പറഞ്ഞാൽ വിട്ടില്ല. അവിടെ വിട്ടൂല. നോമ്പറക്കാട് പോകാൻ പറ്റൂല. എന്തേത് ജരീക്കോട് അങ്ങാടി പോയിട്ട് വത്തക്ക വാങ്ങി, പുതിയതായി വന്നു ജോർദാൻ്റെ മുന്തിരി വാങ്ങി, അങ്ങനെ പലതും വാങ്ങി. ആപ്പിള്, സ്പെയിനിൻ്റെ ആപ്പിൾ വാങ്ങി, അങ്ങനെ പലതും വാങ്ങി. മിഠായി വാങ്ങി, ചോക്ലേറ്റ് വാങ്ങി, എല്ലാം വാങ്ങി നിറച്ച് കൊണ്ടുവന്ന് പേരിൽ അവിടെ കൊണ്ടുവന്ന് വെച്ച് പോകാൻ പറ്റൂല. അയൽവാസികൾ 4 ആളെ വിളിച്ച് എൻ്റെ ഉസ്താദിനെ കുട്ടി വിരുന്ന് വന്നിട്ടുണ്ട്. കുട്ടിയല്ല, ഒരു ഹാഫ് ടൗസർ ഇട്ട് നടക്കണം, ഒരു അന്തല്ലാത്തവൻ, ജാരിവും മനുഷ്യൻ. ഉസ്താദിൻ്റെ കുട്ടിയാണ്. ഉസ്താദിൻ്റെ കത്തും കൊണ്ടുവന്നാണ്. എനിക്ക് ഞാൻ ഉസ്താദാണെങ്കിൽ അതൊക്കെ വിഷമമാണ്, വലിയ കാര്യമാണ്. അപ്പം കാര്യം എവിടെ കിടക്കണത്? ഉസ്താദിൽ കിടക്കണത്. ഇവിടെ കാര്യം എവിടെ കിടക്കണത്? അള്ളാഹുവിൽ കിടക്കണം. അവിടെ മനസ്സിലാക്കേണ്ടത്. അതിനെ ഒക്കെ മനസ്സിലാക്കുക. അള്ളാഹു അല്ലാത്തൊന്നുമില്ല. എല്ലാ റബ്ബാണ്. റബ്ബല്ലാത്ത ഒന്നിനും പൊളിക്കണ്ട. അല്ല, ഞാൻ പറയട്ടെ, അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട ഒരു അടിമയെ പഠിച്ചുകൊണ്ട് നിനക്കെന്ത് ലാഭം, നിനക്കെന്ത് നഷ്ടം? നിനക്ക് ലാഭം നഷ്ടം 2 വിഷയത്തിലാണ്. ഒന്ന്, ഈ ആളുമായി നിനക്ക് ബന്ധമുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. 2, ഈ ആൾ നിന്നിലേക്കുള്ള ദൂതനാണെന്നും പറഞ്ഞു. അപ്പം നമുക്ക് പ്രശ്നം. എന്തുകൊണ്ട്? എൻ്റെ ആളാണ്, എനിക്ക് വേണ്ടി എൻ്റെ റബ്ബുണ്ടാക്കിയതാണ്. അപ്പം എനിക്ക് വിഷയമാണ്. എൻ്റെ റബ്ബിൻ്റെ സന്ദേശം കൊണ്ടുവന്ന ആളാണ്. അപ്പം എനിക്ക് വിഷയം തന്നെയാണ്. നോമ്പ് പറഞ്ഞിട്ട് ഞാൻ വണ്ടി കൊണ്ടുവന്നാക്കി തരാം. നോമ്പ് പറഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു നിങ്ങൾ കൊണ്ടാന്ന്. കുറച്ച് നേരം നിങ്ങളോട് വർത്താനം പറയാൻ കിട്ടുന്ന നേരത്തെ നിങ്ങളാണ് കുട്ടീനെ കൊണ്ടുപോയാലോ, മൂത്തിരിച്ച് മണ്ണെടുക്കാൻ പറ്റും അറിയാത്തൊരു കുട്ടീനെ കൊണ്ട് നിങ്ങൾ മൂത്തിരിച്ച് പോകുക. അത് പേരാണ്ടുണ്ട്. നമുക്ക് കുഞ്ഞമ്മേനോട് പറയാം നമ്മളെ ഓൻ്റെ ഓട്ടോറിച്ച് കിട്ടുകൂടാ. അപ്പം ചൂടാവും. എന്താണ് ഉസ്താദ്, ഞാൻ നമ്മൾ ബന്ധം എന്താണെന്ന് വിചാരിച്ച് ഞാൻ ഓട്ടോറിച്ച് വിട്ട് ഞാൻ ആ കുട്ടീനെ കാറിൽ കൊണ്ടയാക്കി അവിടെ കൊണ്ടയാക്കി പോരും. കുഞ്ഞമ്മത് വിശ്വസ്തനാണെങ്കിൽ തന്നെ
കിടൂല. എന്തുകൊണ്ട്? അതെനിക്ക് ഹിന്ദുസ്ഥാൻ കുട്ടിയാണ്. മനസ്സിലായില്ലേ? ഇവിടെ എനിക്ക് കാര്യം നടന്നാൽ പോലെ എന്നെ കൊണ്ട് ഉസ്താനെ ഏൽപ്പിച്ച് ഉസ്താ പള്ളിയിൽ പോകുകയാണ്. അപ്പോൾ പള്ളിയിൽ പോയി ഉസ്താനെ കണ്ട് പെരി കൊണ്ടേയാക്കി. എന്തേ? ഇതൊന്നും ആവശ്യമില്ലല്ലോ. ഇതൊക്കെ ആവശ്യമില്ല. ഉസ്താദിനെ ഇക്റാം ചെയ്യുന്ന ഭാഗമാണ്. റസൂലുള്ളാഹിക്ക് നമ്മൾ എന്ത് ചെയ്യലും ആൾക്കാണ് ചെയ്യുന്നത്. ഇനി പറ സുൽത്താനോട് പറഞ്ഞാൽ ارتكبت على الخطا غير حسر وعدت لك أشكو فيها سيدي خير النبي. അള്ളാഹു ഞങ്ങളിലേക്ക് അയച്ചവരിലെ ഏറ്റവും ഖൈറായ ആളെ ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് അതിൽ തെറ്റ്? അള്ളാഹിനോട് പറഞ്ഞ് അള്ളാഹ് തോന്നാണ് പറയലോ. അള്ളാഹിന് തോന്നല്ലേ? കോമൺ സെൻസ് പോലെ, അന്തം പോലെ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലായില്ല. ഞങ്ങൾക്ക് ശഫാഅത്ത് തരണം. നബിയോട് പറയാലോ. നബി പറഞ്ഞാൽ ആരാ? നബി ഒരു വേറിട്ട സൃഷ്ടിയല്ല, അള്ളാഹുവിൽ നിന്ന് നമ്മളിലേക്കുള്ള ദൂതനാണ് മുഹമ്മദ് മുസ്തഫ. നമ്മുടെ റഹ്മത്തുർ ഐനാണ് മുഹമ്മദ് മുസ്തഫ. اللهم صل وسلم على عين الرحمة الربانية. റബ്ബാനിയായ റഹ്മത്തിൻ്റെ ഐനാണ് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട് തർക്കി ചെയ്യ? എത്ര വലിയ വെട്ടിയ? എല്ലാം പറയാലോ. പ്രധാനമന്ത്രിയുടെ ഒരാളായിട്ട് ഒരു വില്ലേജ് ഓഫീസർ നമ്മളോട് വീട്ടിൽ വന്നു. CIയിൽ എൻ്റെ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ഞങ്ങൾക്ക് ബോധിപ്പിക്കേണ്ടതൊക്കെ ഇപ്പോൾ ബോധിപ്പിക്കാം. വില്ലേജ് ഓഫീസർ വന്നാൽ ഇത് ആരായിട്ടാണ് കണക്കാക്കേണ്ടത്? പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ സ്ക്വാഡ് ഓരോ വില്ലേജ് ഓഫീസറും ഓരോ ഗ്രാമങ്ങളിൽ പോയി കാണാൻ പ്രധാനമന്ത്രി പറഞ്ഞയച്ചു. അയാൾ എൻ്റെ വീട്ടിൽ വരുമ്പോൾ അതാരാ വന്ന്? വില്ലേജ് ഓഫീസർ വന്ന ആരാ വന്ന്? പ്രധാനമന്ത്രി വന്ന്. നമുക്ക് പറയാനുള്ള ഒക്കെ പറയും. പ്രധാനമന്ത്രി നീതിമാനും കൂടിയാണെങ്കിലും എന്ത് പ്രശ്നമുള്ളത്? മനസ്സിലായില്ലേ? എന്നല്ല ഷഫാഅത്ത് നോക്ക്. നമ്മൾ ഇവിടെയൊക്കെ ആരെ കാണുന്നത്? അള്ളാനെ. എല്ലാം പറഞ്ഞതിൻ്റെ അർത്ഥം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്. അപ്പോൾ നോക്ക് നിങ്ങൾ, വല്ലാത്തൊരു റമളാനിലാണ് നമ്മളുള്ളത്. വല്ലാത്തൊരു സന്തോഷമുള്ള റമളാനില്ല. കാര്യത്തിൻ്റെ മർമ്മമാണ് പറഞ്ഞത്. കാര്യത്തിൻ്റെ മർമ്മം. ഇതുവരെ സ്വർഗം ചോദിച്ചു, നരകം ഒഴിവാകണം ചോദിച്ചു. ഏറ്റവും വലിയ കാര്യം അവസാനമല്ലേ? അപ്പം എന്ത് ചോദിക്കാൻ പറഞ്ഞു? ഇതുവരെ സ്വർഗം ചോദിച്ചു, നരകം ഒഴിവാക്കി തരുന്നൊക്കെ ചോദിച്ചു. അവസാനം റമളാനിന്റെ അവസാനമായിരിക്കും ഏതൊരു കാര്യം അതിന്റെ സമാപനം കൊണ്ട് തീരുമാനിക്കപ്പെടും. റമളാൻ അവസാനിക്കും അല്ലേ? അതിനോട് ഞങ്ങൾ അള്ളാഹിനോട് അവസാനിക്കും എന്താ ചോദിക്കണ്ടേ? നിങ്ങളെ സ്വർഗം മുറുക്കി പിടിച്ചോളി. അങ്ങനെ പറഞ്ഞു. എന്ത് സ്വർഗം? സ്വർഗം ഇനി നോക്കിയാൽ വലിയ ആളാരാ? സ്വർഗം ഇനിയും നോക്കിയാൽ വലിയ ആളാരാ? സ്വർഗവും നീയും നോക്കിയാൽ വലിയ ആളാരാ? സ്വർഗത്തിന് വലിയ ആളാവുന്നത് അത് അള്ളാഹുവിൻ്റെ അതാ എന്ന നിലക്കാണ്. സൃഷ്ടി എന്ന നിലക്ക് ഇയാണ് വലിയ ആൾ. എന്തുകൊണ്ട്? ഈ മുഅ്മിനാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിൻ്റെ ആഭരണം വാങ്ങിയിട്ട് 1500 രൂപേൻ്റെ പെട്ടിയിലാണ്. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ സ്ഥലത്തുണ്ടോ? വഫീന റസൂലുള്ളാഹ് വമിൻ ജിൻസിന റസൂലുള്ളാഹ് വമിൻ ജിൽദത്തിന റസൂലുള്ളാഹ്. സ്വർഗത്തിന് പറയാൻ പറ്റുമോ? ഇന്നിൽ നിന്നാണ് റസൂൽ ഉണ്ടാക്കിയത്. പാണി നോക്കണം. പറഞ്ഞ മനസ്സിലായോ? ചിന്തിക്ക്. അങ്ങനെ തന്നെയല്ലേ? ഒരാള് ബസ്സിനിങ്ങനെ വലിയ ടൈറ്റ് പോകുക, ഫുള്ള് ടൈറ്റ്. നമ്മൾ സീറ്റിലിരിക്കുന്നുണ്ട്. ഒരാളൊന്ന് അയാൾ കുഴങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചെവിയിൽ പറയും, ഞാൻ പാണക്കാട്ട് മയല്ലേരനാണ്, കുഴങ്ങിയിട്ടുണ്ട് പറഞ്ഞാൽ നിങ്ങൾ വേഗം എന്ത് ചെയ്യും? അവിടെ എടുത്തു കൊടുക്കും. നമ്മൾ നേതാവിൻ്റെ നാടാണ്.
നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. ആ വാക്കിനോട് വില ഉണ്ടല്ലോ. നമ്മൾ ജിഫിരി കബീലക്കാരനാണ്. അല്ലാ, ഒരാളങ്ങോട്ട് പറഞ്ഞു, അല്ലാ നമ്മൾ തങ്ങളെ കുടുംബമാണ്, ഇത് സമസ്തയാണെങ്കിൽ അപ്പം എനിക്ക് വിഷയമാണ്, സമസ്ത അല്ലെങ്കിൽ വിഷയമല്ല. PAP വിഭാഗത്തിൽ വിശ്വസിക്കുന്ന ഒരാളോട് ബസ്സിൽ ഒരാൾ പറഞ്ഞു, കാന്തപുരത്തുന്നവരാണ്. അല്ലാ, ആ നേതാവിന് നാടാണ്. കമ്മ്യൂണിസ്റ്റിനോട് ഒരാൾ പറഞ്ഞു, ഞാൻ പിണറായി, ഇതാണ് നമ്മൾ പിണറായി പഞ്ചായത്ത്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ കണക്കൂട്ടി നോക്കി. സ്വർഗവും നമ്മൾ നോക്കിയ വലിയ ആളാരാ? നമ്മളിലല്ലേ എന്ത്? റസൂലുള്ളാ. നമ്മൾ മുസ്തഫ റസൂലുള്ളാഹിന്റെ ജിൻസല്ലേ, ബഷറല്ലേ, മണ്ണോണ്ടുണ്ടാക്കിയതല്ലേ? റസൂലുള്ളാഹി മണ്ണോണ്ടുണ്ടാക്കിയതാണ് സ്വർഗം. എന്നൊക്കെ പറഞ്ഞ മനസ്സിലായില്ലേ? ഒന്നല്ലേ നമ്മള്? ആ സ്വർഗം നമ്മളെ ഒതുക്കണ്ട്. പല പെട്ടികളും അങ്ങാടിയിലുണ്ട്. പെട്ടികൾക്ക് അല്ലാഹു ഇല്ലാഹം കൊടുത്തു. മനസ്സിലായില്ല? ഒരു പേര് വ്യക്തം വന്ന്, അപ്പോൾ ആ പെട്ടിക്ക് ഇല്ലാഹം പെട്ടി എന്നെ പഴയ ഇരുമ്പിടാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ആ പെട്ടിക്കാരി, അപ്പോൾ ഇത് വേറെ ആളൊന്ന് ജ്വല്ലറിന്ന് വാങ്ങിയ പറ സ്വർണ്ണടാൻ കൊണ്ടുപോകണം. അപ്പം ആ പെട്ടിക്ക് ചിരിച്ചിട്ട് പോകതല്ല, അൽഹംദുലില്ലാഹ് ഞാൻ ഉയർത്തി. ഇതന്നെയാണ് സ്വർഗം. സ്വർഗത്തിൻ്റെ ഹൈത്യത്തിൽ സ്വർഗത്തിൻ്റെ മഹത്വം അള്ളാഹുവിൻ്റെ അതാആണ്, അള്ളാഹുവിൻ്റെ സമ്മാനം. അള്ളാഹു റൂളി പെൻഷൻ എന്നാലും വലുതാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് കേരളത്തിൽ ഗാന്ധിജി വന്നപ്പോൾ ഇവിടെ മൂടാടി ഭാഗത്തൊരാൾക്ക് ഒരു റൂളി പെൻസിൽ കൊടുത്തു. റൂളി പെൻസിൽ എന്നല്ലേ പറയാ? റൂളി പെൻസിലാണ്, മനസ്സിലായില്ലേ? കടലാസ് പെൻസിലിടൂ, റൂളി പെൻസിൽ എന്നറിയും പഴയ കാലത്ത്. അങ്ങനെയൊക്കെ പറയും കുട്ടികൾ, പറഞ്ഞാൽ മനസ്സിലായില്ലേ? കടലാസ് പെൻസിൽ കൊടുത്തു. അവര് നിധി പോലെ തലമുറകൾ സൂക്ഷിച്ചു. എന്തേ? ഗാന്ധിജി കൊടുത്താണ്. പെൻസിലിന് ഇപ്പം തന്നെ 50 വയസ്സ്. അപ്പം അന്നത്തെ വയസ്സ് ഒരു വയസ്സിന് ഉണ്ടാവില്ല. പക്ഷെ ഇത് ആര് കൊടുത്തതാണ്? ഗാന്ധിജി കൊടുത്ത. അപ്പം അതിന് വിലണ്ട്. അപ്പോൾ വീട്ടിൽ ആരും അതുകൊണ്ട് എഴുതൂല, കാരണം തീർന്നു പോകും. ഇത് ആര് കൊടുത്താണ്? ഗാന്ധിജി കൊടുത്താണ്. സ്വർഗത്തിൻ്റെ മാത്രം, അതിൻ്റെ മെറ്റീരിയലിൻ്റെ മാത്രമല്ല, അത് അല്ലാഹുവിൻ്റെ അതാആണ്. ജസാഅൻ മിർ റബ്ബിക അതാഅൻ ഹിസാബാ. അത് അല്ലാഹുവിൻ്റെ അതാആണ്, അല്ലാഹുവിൻ്റെ സമ്മാനാണ്. അത് മാത്രമാണ്. അല്ലാഹ് എന്ത് തന്നാലും വലുതാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് മാറ്റിച്ചാൽ സ്വർഗത്തേക്കാൾ വലുത് ഞാനാണ്. എന്തുകൊണ്ട്? ഞാൻ മുഅ്മിനായ അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. അങ്ങനെ ചിന്തിച്ചാണ്. സ്വർഗത്ത് കിടക്കാൻ പറഞ്ഞാൽ കിടക്കൂലല്ലോ. ഒരു മുഅ്മിനീങ്ങൾ സ്വർഗത്ത് കിടക്കൂലല്ലോ. എന്ത് സ്വർഗത്ത് കിടക്കും? ആയത്തെങ്ങനെ? സ്വർഗത്ത് കിടന്നോളി എന്ന് പറഞ്ഞാൽ കിടക്കും. 4 കല്യാണത്തിന് വന്ന്, ഒരാൾ പുരക്കാരനോടുള്ള സന്തോഷത്തിന് വന്നതാണ്, 3 തിന്നാൻ വന്നതാണ്. അതിൽ വിളിച്ച് അവിടെ പിന്നെ ഡൈനിങ് ഹാൾ ഒഴിവാണ്, എണീക്കുക. അപ്പൊ എണീക്കിന് പറയുന്നോട് കൂടെ 3 എണീറ്റ് ഒറ്റ പാച്ചിൽ. ഫസ്റ്റ് പാട്ടാണ് ഇത്, കിട്ടണം. ഇതിലാണ് ഒറിജിനൽ എല്ലാ സാധനം. വേറെ എത്തുന്നുണ്ട്. പുരക്കാരനായിട്ട് പിന്നെ വർത്താനം പറഞ്ഞ് ഒത്തിരിക്കുക. അരച്ച് പോ, അവിടെ ഒഴിവുണ്ട്, എനിക്ക് എന്നോട് കുറച്ച് വർത്താനം പറയാം. പിന്നെ കുറച്ച് നേരം തിരക്കാവും. പിന്നെ എനിക്ക് എന്നോട് കൈ തരാനും കഴിയൂല. ചോറൊക്കെ എപ്പോഴും തിന്നടോ. ചോറിനപ്പം എൻ്റെ അടുത്ത് വന്ന് ഒരാൾക്ക് വിഷയം സൗഹൃദമാണ് ആരുമായി. 2 വന്ന കല്യാണത്തിനാണ്. 2 വന്ന കല്യാണത്തിന് ഒരാൾ ലക്ഷ്യം പുരക്കാരൻ്റെ സന്തോഷമാണ്, ഒരാൾ ലക്ഷ്യം പറയും തീറ്റ തിന്നണം. അവൻ ചിലപ്പോൾ ഒരു കൈ കൊടുത്തിട്ടാണുണ്ടാവില്ല. കൈ കൊടുത്താൽ അവൻ കവർ തപ്പുമെന്ന് വിചാരിച്ചിട്ട് കൈ കൊടുക്കാതെ ചോർന്ന നൈല തന്നെ പോയി. മറ്റനോ ആ കൈ വിട്ടില്ല. അലച്ച് പറയാം, ഈ പെണ്ണിനെ പിന്നെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചിട്ട് എവിടെ പഠിച്ച് എൻ്റെ എന്നിട്ട് എന്താ ചെയ്ത് അങ്ങനെ എല്ലാം. അല്ല എനിക്ക് കടണ്ടോ? 2 വെച്ച് പറയാം. എന്നെ കൂടെ ചോദിക്കും, അല്ല ഉണ്ടായിട്ടല്ല, എന്നെ കൂടെ കഴിഞ്ഞിട്ടല്ല, എന്നാലും കേൾക്കാലോ. നമ്മളൊക്കെ ഒരു ബെഞ്ചിൽ നിന്ന് പഠിച്ചവരല്ലേ. അങ്ങനെ മകളെ കിട്ടിക്കണത് കടണ്ടോ?
എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, എന്നാലും എനിക്ക് അതാണ് ദ്വാരക്കേന്ന് ചെയ്യാലോ. പക്ഷേ എൻ്റെ ചങ്ങായിക്ക് അപ്പോൾ നാളെ കിട്ടിയ കാടുണ്ട്, ഞാൻ തീർത്തു. എന്താ എൻ്റെ അവസ്ഥ? മറ്റവൻ വലിയ അവസ്ഥ അറിയണ്ടില്ല, മറ്റവൻ തരേണ്ടുള്ളൂ. കോയിമന്തി, ഖബർ മന്തി. മുമ്പിന് നിങ്ങളോട് സ്വർഗത്തിൽ കിടന്നാൽ പറക്കാൻ പറഞ്ഞാൽ നമ്മളാണ് ഈ പാഞ്ഞ സ്വർഗത്തിൽ അടിച്ചത്. മുമ്പിനെ കിടക്കൂല, മുമ്പിനെ സ്വർഗത്തിൽ എന്ത് സ്വർഗം? അള്ളാഹ് എന്നത് അതിന് മാത്രം. എടാ റസൂലിൻ സ്വർഗം നോക്കിയ വലിയ ആളായ റസൂലല്ലേ? റസൂലിന്റെ രോമത്തിനുണ്ട് സ്വർഗം മുഴുവൻ കൂടി. സ്വർഗം മുഴുവൻ ചുറ്റി കൂട്ടി കിട്ടിയാൽ റസൂലിന്റെ രോമത്തിനുണ്ടോ? റസൂലാര അഷ്റഫുൽ ഖൽഖല്ലേ? സ്വർഗവും ഖൽഖനല്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫല്ലേ? എന്തേ അഷ്റഫുൽ ഖൽഖ് സ്വർഗാണോ? റസൂൽ അഷ്റഫുൽ ബഷറല്ല, പിന്നെ അഷ്റഫുൽ ഖൽഖാണ്. സ്വർഗവും ഖൽഖാണ്, കഅബയും ഖൽഖാണ്, അർശും ഖൽഖാണ്, കുർസിയും ഖൽഖാണ്. അതിനേക്കാൾ വലിയതാരാ? റസൂലല്ലേ? അങ്ങനെയല്ലേ ഓടിക്കണ്ടുള്ളൂ. ഹജറുൽ അസ്വദിൻ്റെ അടുത്ത് ചെന്നപ്പോൾ മുത്തം മടിച്ച് മുത്തി ഖത്താബ്. എന്തേ? എനിക്ക് മുത്തേണ്ട ആവശ്യമില്ല, നിനക്കാൾ വലിയ ആളെ മുത്തിയിട്ട് പിന്നെ ഇതിന് മുത്താൻ നടക്കുക. പിന്നെ നബി മുത്തിയില്ലേ, നീ പിന്നെ മൂക്ക് അവിടെ വെച്ചോണ്ട് ഞാൻ അവിടെ വെക്കുക. എനിക്കതിൻ്റെ ആവശ്യമില്ല. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? പെണ്ണുങ്ങൾ എന്നെ പരിയിലുണ്ടെങ്കിൽ പിന്നെ ഓളായല്ലിട്ട് കുപ്പായം മുത്തേണ്ട ആവശ്യമില്ലല്ലോ. ഗൾഫ് പോകുവാണെങ്കിൽ ഓളെ കുപ്പായം കൊണ്ട് പോകാം. ഓളെ പകരം ഗൾഫിൽ ഓളില്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓളെ മാക്സിമം എടുത്ത് മുത്തി. എൻ്റെ പഴയ മാക്സിമം ഉണ്ട്. എന്തുകൊണ്ട്? എനിക്ക് ദുബായി പോകുമ്പോൾ ദുബായിൽ നിന്ന് മുത്താനാണ്. പെരിയിലോളുണ്ട്, എന്നിട്ട് ഓന് മാക്സ് ഓന് സ്വക്കട. എന്താ ചെറുള്ള നിങ്ങൾ ട്രോളിക്കോളി, ഇയാൾക്ക് പിരാന്ത്. മോമിന് അജറുൽ അസ്വദുല്ല അബിയതുല്ല. മോമിൻ്റെ വിഷയമാണ് സ്വർഗം തന്നെ വിഷയമില്ലാത്തതുകൊണ്ട് സ്വർഗത്തിൻ്റെ കല്ലുഷയവും. നമ്മൾ പഠിക്കേണ്ടത് പഠിക്കണം. നമുക്കൊരു വിഷയമില്ല. ആര് മാത്രം വിഷയം? അല്ലാഹു റസൂൽ. എന്തായാലും പ്രശ്നമില്ല. എന്തുകൊണ്ട്? എന്തായാലും പ്രശ്നമില്ല. കൊട്ടാരുണ്ടാക്കിയാലും ഒരു പെണ്ണിന് അയാളൊപ്പം തറവാട്ടിൽ നിന്നിട്ട് പോരാൻ പേടിയുണ്ടാവും. ഒരു പെണ്ണോ ഇയാളെ ഗൾഫൊക്കെ വിളിച്ചറിയും, നമുക്ക് ഒരു ഷെഡ് കെട്ടി പാർക്കാം. ഞങ്ങളെ ഷെഡ് കെട്ടി പാർക്കാൻ തയ്യാറ്. നിങ്ങളപ്പം ഒന്നും വേണ്ട, എവിടെയെങ്കിലും ഒരു മൈതാനത്തിൽ നമുക്ക് ഷെഡ് കെട്ടി പാർക്കാം. നിങ്ങൾ വരും. എന്താ രണ്ട് പെണ്ണിൻ്റെ അവസ്ഥ? ഇയാൾ വൈകുന്നേരമായ കള്ളുടിച്ചൊന്ന് തല്ലു, തന്തിയും തള്ളിലാണ് രക്ഷപ്പെടുത്തുക. അപ്പം എന്താണ്? ഇയാൾ വലിയ പൈസക്കാരനെ കൊട്ടാരുണ്ടാക്കി. ഇപ്പം അവൾക്ക് പേടിയാ. ഉമ്മാൻ്റെ വാപ്പാൻ്റെ അടുത്ത് അങ്ങോട്ട് പോകാൻ പേടിയാ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അയാൾ അവൾക്ക് പറയടാ വിശ്വാസല്ല. പിന്നെയും കള്ളും കുടിച്ച് വന്ന് തല്ലുമ്പോൾ ഈ തന്തി നള്ളി എണീറ്റ് പിടിക്കും. ഇത് നമ്മൾ പുതിയ പരിക്കോ ആരാ പിടിക്കുക? അതേസമയത്ത് പാമ്പിനെയും തേളിനെയും പേടിക്കേണ്ട മൈതാനിയിൽ കുത്തിപ്പര പറ്റിപ്പാർക്കും. എന്തേ? മൂപ്പരി നാട്ടിലുണ്ടെങ്കിൽ എനിക്കൊന്നും പേടില്ല. അത്ര വിശ്വാസമാണ്. ആരെ? നീ നരകത്തിൽ കാട്ടുകയാണെങ്കിൽ അള്ളാഹിനെ ഉറപ്പിളാക്കുന്ന തിന്നായിരിക്കും. അവിടെ നരകം കിട്ടുമോ? എന്താണ്? അപ്പൊ വേണ്ടത് ആരെ? പറയാ ആരെ? അള്ളാഹുവിനെ. ഹറാമ് ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള നരകല്ല, നമ്മൾക്ക് അള്ളാഹു തആല ഇഷ്ടമില്ലാത്ത നമ്മൾ ചെയ്തു പോയ വിഷമം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തല്ലോ, അതൊരു വിഷമല്ല. സ്വർഗത്തിൽ കിടക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കിടക്കാൻ ഉറപ്പല്ലേ? وسيق الذين اتقوا ربهم إلى الجنة زمرا حتى إذا جاءوها وفتحت أبوابها وقال لهم خزنتها سلام عليكم طبتم فادخلوها خالدين. زمر سورة الأنفال. وسيق الذين اتقوا ആനയിക്കപ്പെടും മുത്തഖീങ്ങളെ ഇലൽ ജന്നത്തി സ്വർഗത്തിലേക്ക് സുമറൻ കൂട്ടമായി. ഹത്താ ഇദാ ജാഊഹാ അങ്ങനെ ഒരു സ്വർഗത്തിൽ എത്തിച്ചേരും, സ്വർഗത്തിന്റെ വാതിൽക്കൽ എത്തിച്ചേരും. വഖാല ലഹും ഖസനത്തുഹാ സ്വർഗം കാക്കുന്ന മലക്കുകൾ അവർ വാതിൽക്കൽ നിൽക്കുന്നത്. അവരിവനോട് പറയും സലാമുൻ അലൈക്കും നിങ്ങൾക്ക് രക്ഷയുണ്ട്, തിബ്തും നിങ്ങൾ നന്മ ചെയ്തിട്ടുണ്ട്, ഫദ്ഖുലുഹാ ഖാലിദീൻ ഇതിൽ പ്രവേശിച്ച് എന്നെന്നും പുറത്തോളി.
അടുത്തായത് എന്താ? അവരങ്ങനെ പോയിട്ട് ഓരോ മരവും മറ്റും അവിടുത്തെ സൂപ്പർ മാർക്കറ്റും ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടുള്ളോ, എന്തൊക്കെയാണ് ഇനിയിപ്പോൾ നമുക്ക് തിന്നാള്, എന്തൊക്കെയാ കുടിക്കാള്. ഓ മനസ്സിലാ പറഞ്ഞത്? എൻ്റെ ഏറ്റവും വലിയ ഇൻറ്റിമേറ്റ് ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പോയിട്ട് അവിടെയുള്ള മട്ടനും ചിക്കനും നോക്കിയിട്ട് അൽഹംദുലില്ലാ ഇന്ന് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിനെന്താ മേനെയുള്ളത്? ഓനെന്താ പറയാ, നമുക്ക് അന്യാണല്ലേ കുറെ തന്നെ കൊണ്ടിടുന്നത്. വലുതാതെ സ്വർഗത്തിലാണ് കയറിയാൽ പക്ഷികളോട് പറഞ്ഞാൽ മതി, അപ്പോഴെ തന്നെ അത് പൊരിച്ചിട്ട് ഭൂമി കളിയോടും. അങ്ങനത്തെ തിന്ന പാനും തേനും എന്തൊക്കെയുള്ളത്. ആർക്കാണ് അതൊക്കെ വേണ്ടത്? മുഅ്മിനീങ്ങൾക്കൊന്നും വേണ്ട. അള്ളാഹുവിന്റെ മുഖറമീങ്ങൾക്ക് അതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല. അവർ സ്വർഗവും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും മറന്നുപോകും എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. അവർക്ക് എന്താ കാര്യം? അവർക്ക് അള്ളാഹനെ കാണണം. അവർ സ്വർഗം മറക്കും, അതിൽ അനുഗ്രഹം മറക്കും. അവരെ പെണ്ണുങ്ങൾ പറയും, നിങ്ങൾ രാവിലെ തന്നെ ഒന്നും കുടിച്ചിട്ടില്ല, എന്തൊക്കെ ഇവിടെ തിന്നാണ്ട്, നിങ്ങൾ എന്താ തിന്നാട്ട്? ഇതൊന്നുമില്ല, കുടിക്കില്ല. അല്ലാഹുവിന്റെ മുഖറബീങ്ങൾ സ്വർഗത്തിൽ കയറിയാൽ മറന്നു പോകും അൽ ജന്നത, സ്വർഗത്തിനെയും വനഈമഹാദിൽ അനുഗ്രഹങ്ങളെയും. പെണ്ണുങ്ങൾ പറയും, എന്തെങ്കിലും കുടിക്കും മനുഷ്യ, ഇതിനാന്റെ പടച്ചവൻ ഉണ്ടാക്കി തന്നെ. മൂപ്പർക്ക് ഒറ്റ വിഷയമുള്ളൂ, ആരെ കാണും? അല്ലാഹ്, പറന്നില്ല. അവരെ കാഴ്ചയെ തൊട്ട് റബ്ബ് മറഞ്ഞുപോയാൽ, റബ്ബിനെ കാണാൻ കഴിയാതെ ആയാൽ, അവർ അട്ടഹസിച്ച് കരയും, റബ്ബന അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ജന്ന, ഈ സ്വർഗത്തിൽ ഞങ്ങൾ പുറത്താക്കിക്കൊണ്ട്. ജന്ന പോയാൽ ഇതിനേക്കാൾ നിന്നെ കാണാൻ കഴിഞ്ഞ് ഞങ്ങൾ ജന്നമിലെത്തിക്ക്. എന്താ പറഞ്ഞ്? ചോറും കൂട്ടാനും എല്ലാം ഉണ്ട്. പുതിയ ആപ്പിളുകൾ പോയി, കാറുണ്ട്, കാർ ഡ്രൈവറുണ്ട്, എല്ലാം ഉണ്ട്, ഒക്കെ ഉണ്ട്. സ്വാലിയാത്താര് പെണ്ണുണ്ട്, കൂട്ടം കൂടുമ്പോൾ ഒക്കെ ഉണ്ട്. ഭർത്താവുകൾ പോയി, എല്ലാം ഉണ്ട്. എന്തോളൂ പറയാം? പോകുമ്പോൾ എന്താ പറയാ? അൽഹംദുലില്ലാ, പോയത് നന്നായി പോയി, 10 രൂപ നയിച്ചുണ്ടാക്കുന്ന കാലത്തെ കഴിയുള്ളൂ, അങ്ങനെയാണോ പറയാം? അങ്ങനെ പറയുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഓളെന്താ പറയാ? എനിക്കത് സഹിക്കൂല കേട്ടോ. ഓൾക്ക് എന്തുണ്ട്? എല്ലാ ഭക്ഷണമുണ്ട്, എല്ലാ വിഭവമുണ്ട്, എല്ലാ മുതലുണ്ട്, എല്ലാം ഉണ്ട്. അവൾക്കതൊന്നും, അവളൊക്കെ മറക്കും. അവൾക്ക് ആവശ്യം ഓനെയാണ്. അതേ സമയത്ത് മൂപ്പരാൾ പോയി കിട്ടിയാൽ നമുക്ക് വ്യവസായിരുന്നല്ലോ എന്ന് വിചാരിക്കുന്നത് വേറെ പുറത്തുണ്ടാവും. അവൾക്ക് വേലസലാണ് ആവശ്യം, അവൾക്ക് പുതിയ അപ്പിളിനാണ് ആവശ്യം. സ്വർഗത്തിൽ കിടന്ന് അലമുറ കൊള്ളും. നരകക്കാർ നരകത്തിന് രക്ഷപ്പെടാൻ അലമുറ കൊള്ളും. സ്വർഗക്കാർ അതിന് പുറത്തായിട്ട് അള്ളാഹിനെ കാണാൻ ഒന്നും കൂടി ഭംഗിയിൽ കാണാൻ പറ്റിയ സ്ഥലമുണ്ടെങ്കിൽ അവിടേക്ക് എത്തിക്ക്. എപ്പോൾ അള്ളാഹുവിന് ഒരു സെക്കൻഡ് അവരെ തൊട്ട് മറഞ്ഞു പോയാൽ അവർക്കൊന്നും വേണ്ട, ആരെ മതി? അള്ളാഹിനെ മതി. ദിനമുമിൻ وقالوا الحمد لله الذي صدقنا وعده وأورثنا الأرض نتبوأ من الجنة حيث نشاء. وقالوا الحمد لله, അവർ എന്ത് പറയും? അൽഹംദുലില്ലാ സദഖന വഅദഹു, അവനാണ്, അവൻ പറഞ്ഞ പാലിക്കും. അപ്പോൾ ബൽപ്പത്തരം പറയും, ആര്? സ്വർഗത്തിൻ്റെ അല്ല, അവൻ്റെ. അവനാണ്. സദഖന വഅദഹു, അവൻ ഞങ്ങളോട് ചെയ്ത കരാറിനെ സത്യമായി പാലിച്ചു. എനിക്കറിയാം എൻ്റെ റബ്ബ് അത്രയും വലിയമാനാണ്. അപ്പോഴും പറയണത് സ്വർഗത്തിൽ കയറി തിന്നാൻ നോക്കല്ല. ആരെ പറയാ? പറയും അല്ലാഹ്. അതിൻ്റെ അവസാനത്തെ വാക്ക് എന്താണെന്നറിയോ സൂറത്തിൽ? ഒരൊറ്റ ശബ്ദ സ്വർഗത്തിലുണ്ടാവുള്ളൂ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കാരണം ഇതൊന്നും ഒരു വിഷയമല്ല. ഒരു വിഷയം എന്താണ്? അല്ലാഹ്. അവിടേക്ക് കയറ്റിക്കളാം. നിങ്ങളൊക്കെ സാധാരണ നാടന്മാരുട്ടികളാണ്, നിങ്ങൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കാൻ എളുപ്പം കഴിയും.
എന്നെപ്പോലത്തെ മൂല്യന്മാർ കുറച്ച് നേരം പോകും. എന്തുകൊണ്ട്? അഹങ്കാരം, അതും മറ്റതും മറിച്ചും ഒക്കെ തടിമ കയറിയിട്ടുണ്ടാവും. അവർക്ക് സാധുക്കളായ കുട്ടികളാണ്, വേഗം കയറും. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നിങ്ങൾക്ക് അള്ളാഹിനെ സ്നേഹിക്കാൻ എളുപ്പത്തിൽ കഴിയും. ഒരു കെട്ടുപാടുമില്ല. ഏതെങ്കിലും കെട്ടുപാടുണ്ടെങ്കിൽ അള്ളാഹിനെ സ്നേഹിക്കാൻ കഴിയില്ല. കെട്ടുപാടൊക്കെ ഒഴിവായി കളയും. അള്ളാഹു എല്ലാത്തിനും കെട്ടുപാടും വേണ്ട. അതിൻ്റെ മാനദണ്ഡമാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അതിൻ്റെ മാനദണ്ഡമാണ് ഷെയ്ഖ് റിഫായി. അതിൻ്റെ മാനദണ്ഡമാണ് ഇമാം ഷാഫിഈ. അതിൻ്റെ മാനദണ്ഡമാണ് അബു ഹനീഫ. അള്ളാഹു റസൂലിന് മദീനത്തേക്ക് സിയാറത്ത് ചെയ്യാൻ തീരുമാനിച്ചു. നിങ്ങൾ എന്ത് ചെയ്തു? റസൂലുള്ളാഹിക്ക് പോകുമ്പോൾ എന്താ സമ്മാനം കൊടുക്കുക എന്നാലോചിച്ചു. അങ്ങനെ അബു ഹനീഫ അതിമനോഹരമായ ഒരു മദ്ഹ് കാവ്യം എഴുതിണ്ടാക്കി. ആരെപ്പറ്റി? റസൂലുള്ളാഹിനെ പറ്റി. മനോഹരം, അതിമനോഹരം. ഞാൻ ഒരിക്കൽ അർത്ഥം വെച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അതിമനോഹരമായ കവിത. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ കൂഫയിൽ നിന്ന് യാത്രക്കാരോട് കൂടെ പുറപ്പെട്ടു മദീനയിലേക്ക് പോയി. മദീനയിൽ ചെന്നു, പള്ളി കയറി, നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ റൗളയുടെ സൈഡിൽ നിന്നിട്ട് ഒരാൾ ഇങ്ങനെ ബൈത്തിൽ നിന്ന് തിൽക്കൽ അബിയാത്ത് അല്ലതി കതബഹ ബിയദൈഹി ഖബല ഖുറൂജിഹി മിനൽ കൂഫ. കൂഫയിൽ പുറപ്പെടുന്നതിന്റെ തലേന്ന് റസൂലുള്ളാഹിനെ പറ്റി എഴുതിയ കവിത, അതേ കവിത മുല്ലാക്ക് ജില്ല. ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന മദ്ഹ് കേൾക്കുക. എല്ലാം കഴിഞ്ഞപ്പോൾ മുല്ലാക്കനോട് ചോദിച്ചു, മനാത്താക്ക ആദ്യം കേൾക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അതാനി റസൂലുള്ളാഹ് വന്നിരുന്നു. ഫഅല്ലമനി ഹാദിഹിൽ അബിയാത്ത് ഫഖാല ലി വലദി നുഅ്മാൻ. നുഅ്മാൻ എന്ന അബൂ ഹനീഫ നോമന പേരുള്ള നുഅ്മാൻ എന്നൊരു കുട്ടി ഉണ്ട് എൻ്റെ ദീനിൽ. ആ കുട്ടി എൻ്റെ അടുത്തേക്ക് സിയാറത്തിന് വരുന്നുണ്ട്. അവൻ എഴുതിയ രാജ്യം പഠിച്ചതാ. ഇന്നലെ രാത്രി റസൂലുള്ളാഹി ഇന്നെ പഠിപ്പിച്ചതാ. ഇയാൾക്കറിയില്ല ഇതാരാണ്, മനസ്സിലായില്ല. മല്ലാക്ക ഓതി കൊടുക്കണം ആർക്ക്? എന്താ പറഞ്ഞു? ഇന്നലെ രാത്രി റസൂലുള്ളാഹി വന്നു, എൻ്റെ കുട്ടി വരുന്നുണ്ട്, എൻ്റെ കുട്ടി എഴുതിയതാ. അപ്പൊ പറഞ്ഞു, അബൂ ഹനീഫയാണ്. ഈ ലോകം നഷ്ടപ്പെട്ടത് അതാണ് മുഅ്മിൻ. അതിനല്ലാഹു തൗഫീഖ്. അതാണ് അതിന് എൻ്റെ പണി ഒറ്റ പണിയില്ല. നെറ്റിക്ക് പണി തന്നെയില്ല. പണി തലച്ചൊറിഞ്ഞ നെറ്റിക്ക് കുറഞ്ഞ പണിയുള്ളൂ. ഇന്ന് ഏത് റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരനും നിസ്കാരത്തേമ്പള കാലം, ഏത് കള്ള കച്ചവടക്കാരനും നിസ്കാരത്തേമ്പ, ദിവസം 100 നുണ പറയുന്നവനും നിസ്കാരത്തേമ്പ. ഇത് തെറ്റൊന്നുമല്ല, ശരിയല്ല. നമുക്ക് നിസ്കാരത്തേമ്പ കൂട്ടാൻ വേണ്ടിയിട്ടാണ് റമദാൻ ഉണ്ടായത്. കാരണം തറാവി തന്നെ 600 റക്അത്ത് ഇല്ലേ? 30 ദിവസം തറാവി എത്രണ്ടാവും? ഒന്ന് പറയും മനുഷ്യന്മാരെ, 600 റക്അത്ത് എന്തുണ്ട്? തറാവി ഉണ്ട്, വിത്ർ വേറെ, പിന്നെ ഫർള് വേറെ, സുന്നത്ത് വേറെ. എന്താണ് ഇൻകനം കൂടും? എന്ത് നിസ്കാരം ഉറപ്പ്. റമളാനോ അവിടുന്ന് വിട്ടുപോകില്ല. പള്ളി അത് വത്തക്ക തന്നെ മൂലേര് പറഞ്ഞു വത്തക്കി പോരിച്ച് അങ്ങനെ കൂടും. എന്താണ് കുഞ്ഞു മേമത്? റമളാനായ എവിടേക്ക് പോകില്ല. ഇവിടെ ഉണ്ടോ? റമളാൻ കഴിഞ്ഞാലോ ഷാബാനിലുണ്ടായിരുന്ന എല്ലാ കുതിരകളിലും ഷവ്വാലിന്റെ തലേ രാത്രി തുടങ്ങും. കുപ്പിക്ക് പോകുക. അതുവരെയും പള്ളിയൊക്കെ ബത്തൊക്കെ പോയി. തക്ബീർ ചെല്ലിനോടുകൂടെ എന്തിനു പോയി? സംസമളമാകാനോ? എന്തോ പോയി പറയണോ? എല്ലാ തറാവിനും പങ്കെടുത്ത ഒരാൾ കുപ്പി പൊട്ടിച്ച് കണ്ടപ്പോഴാണ് എനിക്ക് അന്തം വിട്ടുപോയത് എന്ന് അയാളുടെ സ്വന്തം അയൽവാസി. ഈ രണ്ടാളൊന്നും മരിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം, എൻ്റെ മേലത്തെ കൊല്ലം. എൻ്റെ സ്വന്തം അയൽവാസി ഓ എല്ലാ തറാവിനും ഒന്നാളാ കുപ്പി വാങ്ങി വരുന്നു ഞാൻ കണ്ടു ഉസ്താദേ എന്ന്. പെരുന്നാൾ തലേ രാത്രി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്ത് ഇവിടെ എന്താ വിഷയം? തറാവിയുണ്ട്, നോമ്പുണ്ട്, പിന്നെ മത്തക്കുണ്ട്. പാകിസ്ഥാൻ കൊണ്ടുവന്ന റൂ ഹബ്സ കലക്കിയിട്ട് മൂല്യർ കൊടുക്കും. ഒക്കെ വലിയ പേരുള്ളതാണ്, ഒക്കെ കൊടുക്കും. ആരില്ല. മൂല്യരുണ്ട്,
മൊല്ലാക്കുണ്ട്, സംഘടന ഉണ്ട്, നേതാവുണ്ട്, സിന്ദാബാദുണ്ട്, സമ്മേളനമുണ്ട്, കൊടിയുണ്ട്, അഡ്രസ് ഉണ്ട്. ആരില്ല, പഠിച്ചോല്ല. അതാണ് പ്രശ്നം. പഠിച്ചോല്ല. എരിശ്ശേരിയുണ്ട്, പുളിശ്ശേരി വേറുണ്ട്, മന്തിയുണ്ട്, ബിരിയാണി ഉണ്ട്, എല്ലാം ഉണ്ട്. തോരനുണ്ട്, കല്യാണം, മഹാമഹം, ഫുഡിങ് ഉണ്ട്, ചായ, മറ്റേ ചായ, ഊട്ടി ചായ, മറ്റേ ചായ, 16 സൈസ് ചായ എല്ലാം ഉണ്ട്. ബുദ്ധിയെണ്ണില്ല, ഓളില്ല. മന്തിയും പോയി, മന്തിയൊക്കെ ഉണ്ട്, ആരില്ല. ഓള് പോയി, ഓളില്ല, ഓളില്ല. പെണ്ണുങ്ങളില്ല, ഓളെ കിട്ടിയില്ല. ഇതൊക്കെ കിട്ടി. ഇതന്നെ ഇതെവിടെ പ്രശ്നം? വീണ്ടും ഒക്കെ ഉണ്ട്. അല്ലല്ല, കൽബിലേക്ക് റബ്ബ് ഇല്ല. കൽബിൽ റബ്ബില്ലെങ്കിൽ പ്രശ്നമാണ്. അല്ലാഹു അവസ്ഥയോട്ട് കാത്തിരക്ഷിക്കട്ടെ. എമ്പാടും ആളുകൾ ഒരു പള്ളി കയറി നിസ്കരിക്കും, പക്ഷേ ഒരാൾക്ക് പോലും ഇബാദത്ത് ഉണ്ടാവില്ല. ഒരാളെ നിസ്കാരം പോലും റബ്ബ് സ്വീകരിക്കുകയില്ല. റസൂൽ പറഞ്ഞു അങ്ങനത്തെ കാലം വരുന്നുണ്ട് പറഞ്ഞു. എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതല്ല മുഅ്മിനീങ്ങൾക്ക് ഒന്നും വിഷയമില്ല. അള്ളാഹുവിനാ സർവസ്തുതി. അള്ളാഹിനെ പറ്റി പറഞ്ഞു. പിന്നെ അവന് പേടിയില്ല. ഒന്നുമില്ലെങ്കിലും യാതൊരു പേടിയും മുഅ്മിനായ മനുഷ്യനില്ല. ഒന്നുമില്ല. എന്ത് പേടി? കിട്ടിയാൽ അൽഹംദുലില്ലാ, കിട്ടിയില്ലെങ്കിൽ അതിനേക്കാൾ അൽഹംദുലില്ലാ കണക്ക് കൊടുക്കണ്ടല്ലോ. എന്താ പ്രശ്നം? മുഅ്മിനായ മനുഷ്യൻ പ്രശ്നമില്ല. من أحب لله وأبغض لله وأعطى لله ومنع لله فقد استكمل الإيمان. من أحب لله من الله കൊണ്ട് സ്നേഹിച്ചു. ആരെയും നിങ്ങളെ സ്നേഹിക്കും, സ്വന്തം ഭാര്യനെ സ്നേഹിക്കൂല. എന്തേ? അള്ളാഹ് കൊണ്ട് അവളെ സ്നേഹിക്കാൻ പറ്റൂല. അപ്പം നിങ്ങളെ സ്നേഹമാണ്. സ്വന്തം ഭാര്യനെ സ്നേഹമില്ല, സ്വന്തം കുട്ടികളെ സ്നേഹമില്ല. നിങ്ങളിഷ്ടമുണ്ട്. എന്തേ? നിങ്ങൾ അള്ളാഹിനോട് സ്നേഹിക്കാൻ പറ്റിയ ആളാണ്. സ്വന്തം മക്കൾ സ്നേഹിക്കാൻ പറ്റാത്ത ആളുകളാണ്. മൻ അഹബ്ബലില്ല, ഒന്ന് സ്നേഹിച്ചത് ആർക്ക് വേണ്ടിയാ? അള്ളാഹ്ക്ക് വേണ്ടിയാ. അബഗദലില്ല, ദേഷ്യപ്പെട്ടിട്ടുണ്ട് ആർക്ക് വേണ്ടി? അള്ളാഹ്ക്ക് വേണ്ടി. അള്ളാഹ്ക്ക് ദേഷ്യപ്പെട്ടിട്ടുണ്ട്. മൻ അഹബ്ബലില്ല വഅബഗദലില്ല വഅതാലില്ല വമനഅലില്ല. 4 കാര്യം ഉണ്ടെങ്കിൽ ഈമാൻ. 4 കാര്യം. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ ഈമാനെ പൂർത്തിയാക്കി കഴിഞ്ഞു. എത്ര കാര്യം വേണം? പറയാം. ഈമാൻ പൂർത്തിയാകാൻ എത്ര വേണം? 4. من أحب لله وأبغض لله وأعطى لله ومنع لله. من أحب لله, ഒരാൾ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു. ആരെയും സ്നേഹിക്കും. ഒരു പട്ടി മുറിവേറ്റ് കിടക്കണ്ടപ്പോൾ ആ പട്ടിയെ 7 വട്ടം കഴിയേണ്ടി വരും. 4 ഇതിനെ പിടിച്ച് കെട്ടി മാറി മരുന്ന്. എൻ്റെ റബ്ബിൻ്റെ ഒരു സൃഷ്ടിയാണ്. അങ്ങനെ ആ വേദനിക്കണ കണ്ടു കാണാൻ പറ്റൂല. മനഹബ്ബലില്ല, പട്ടിനെ സ്നേഹിച്ചു. എന്തിന്? എൻ്റെ റബ്ബിൻ്റെ സൃഷ്ടിയാണ്. പട്ടിനെയല്ല, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്, അതിന് കഴിയില്ല. അപ്പം ഞാൻ ചെയ്തു കൊടുത്തു. പട്ടിയുടെ മുറിവ് കെട്ടിക്കൊടുക്കൽ പതിവായി ചെയ്യുന്ന ആളായിരുന്നു മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു. മദാഹിബുൽ അർബഈലെ ഏറ്റവും മഹാനായ ഇമാം ഷാഫി തങ്ങളുടെ ഉസ്താദായ ആര് പറയും? മാലിക് ഇമാം. പണി തന്നെ. പട്ടികൾ ഇതുപോലത്തെ ഏത് ജീവികനും മുറിവേറ്റുകൊണ്ട് അവർ കെട്ടിക്കൊടുക്കും. മനഹബ്ബലില്ല, എന്തേ? എൻ്റെ റബ്ബിൻ്റെ സൃഷ്ടിയാണ്, എനിക്ക് കാണാൻ പോകാൻ പറ്റില്ല. മനഹബ്ബലില്ല, അള്ളാഹ് കൊണ്ട് സ്നേഹിച്ചു. ആരെയും സ്നേഹിക്കും. മനഹബ്ബലില്ല, അതിലൊന്നുമില്ല. നമുക്കൊരു ലാഭമല്ല, നഷ്ടമല്ല. സ്നേഹിച്ചുകൊണ്ട് കാര്യമുണ്ടോ? റബ്ബാണ് കാര്യം. റബ്ബുണ്ടായ മതിയോ? من أحب لله وأبغض لله وأعطى لله ومنع لله. من أحب لله وأبغض لله وأعطى لله ومنع لله. ചിന്തിക്ക്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്യുക. ലക്ഷ്യം അള്ളാഹുവാണ്. അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കുകയും ചെയ്തു. ഒന്നുമില്ല. ആരോട് പറയും? കാര്യം പറയും. പേടില്ല.
من أحب لله وأبغض لله وأعطى لله ومنع لله. അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു. ആർക്ക്? എന്ത് കൊടുക്കും? അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റിയൊക്കെ കൊടുക്കും. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുമോന് കൊടുക്കും. വമനഅലില്ല, കൊടുക്കാതിരിക്കും. അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാൻ പാടില്ല, അവന് കൊടുക്കൂല. അവിടെ കൊടുക്കാതിരിക്കലാണ് അള്ളാഹ്ക്ക് വേണ്ടിയത്, അവൻ കൊടുക്കൂല. ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവൻ്റെ ഈമാൻ പൂർത്തിയാണ്. അവൻ്റെ ഈമാൻ പൂർത്തിയായി.